ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിറർ എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാനും പ്രിയപ്പെട്ട മാത്യുച്ചൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞതുപോലെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട മാത്യു കരിപ്പാൽ കപ്പൂച്ചിൻ. കൂടുതൽ നമ്മൾ മുന്നോട്ടുള്ള എപ്പിസോഡുകൾ അദ്ദേഹത്തെ അടുത്തറിയും. ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ ഒരുമിച്ചുള്ള ചർച്ചകളായിരിക്കും ഈ കാത്തലിക് മിററിൽ വരാറുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ മാറിപ്പോയേക്കാം, അല്ലെങ്കിൽ അച്ഛൻ മാറിപ്പോയേക്കാം. പക്ഷേ ഈ ഒരു ശുശ്രൂഷ പ്രോഗ്രാം തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് അച്ഛൻ നമുക്ക് ചർച്ച ചെയ്യാവുന്നത്, നമ്മൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ മാത്രമല്ല ഭാരതം ഒന്നാകെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ലോകത്തിലേക്ക് പോലും സ്പ്രെഡ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഛത്തീസ്ഗഡിൽ 2 കത്തോലിക്ക കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പലവിധ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ മതപരിവർത്തനം എന്ന ആ ഒരു വിഷയം. എനിക്ക് ആദ്യമായിട്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ബന്ധപ്പെട്ടുള്ള അച്ഛന് ഒന്ന് സംസാരിക്കുക, ബന്ധപ്പെട്ട അച്ഛൻ്റെ കാഴ്ചപ്പാട് എന്താണ് നമുക്ക് സംസാരിക്കാനുള്ളതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ഈശോനെ ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങളെ അവർ വിചാരണ ചെയ്യും, നിങ്ങളെ അവർ തടവിലാക്കും. ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഒരു യഥാർത്ഥ സാക്ഷ്യമാണ് ഈ അറസ്റ്റ് എന്നൊക്കെ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഒന്ന് ചിന്ത ചെയ്താണ്. വിശ്വാസത്തിന് ഒരു ധീരമായ സാക്ഷ്യമായിട്ടാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷേ പറഞ്ഞത് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നതേ, ഇപ്പം ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചതും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതും ഭാവി പ്രാർത്ഥിക്കാനുള്ളതുമായ ഒരു കാര്യം, കർത്താവെ എന്നെയോ അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സഹോദരങ്ങളെയൊക്കെ ഇതുപോലെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ക്രൈസ്തവോചിതമായി പ്രതികരിക്കാനുള്ളൊരു കൃപ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനി എന്ന പേരിൽ നമ്മൾ പിടിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു എന്നതല്ല, ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് പ്രതികരിക്കുന്നത്, നമ്മുടെ വിശുദ്ധ രക്തസാക്ഷികളൊക്കെ പ്രതികരിച്ചതുപോലെയാണോ? അതായത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു രണ്ടാമത്തെ കാര്യം. സ്വാഭാവികമായ രീതിയിൽ നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർ സഹോദരങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ വിഷമം ഉണ്ടാവും, വേദന ഉണ്ടാവും. പക്ഷേ അത് ചിലപ്പോൾ പ്രതിഷേധമായും ചിലപ്പോഴൊക്കെ കൃപയില്ലെങ്കിൽ പ്രതികാരമായിട്ട് പോലും വേണേൽ മാറിപ്പോകാം. അപ്പോഴൊക്കെയും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിലൂടെ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവോചിതമായ നിലപാടുകളോട് നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി പറ്റണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവെ പീഡിപ്പിക്കപ്പെടുന്നവരും അല്ലെങ്കിൽ അവർ കൂടെ നിൽക്കുന്നവർക്കും ഒക്കെയും ഈ പീഡന സമയത്ത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, നമ്മൾ ബൈബിളിൽ കാണുന്നതനുസരിച്ചല്ലേ, അല്ലെങ്കിൽ ആദിമസഭയിൽ കാണുന്നതനുസരിച്ച് ഇപ്രകാരം ക്രൈസ്തവ സാക്ഷ്യം നൽകി അവർ മരിച്ചപ്പോൾ അല്ലെങ്കിൽ പീഡനമേറ്റപ്പോൾ പീഡകർക്ക് പോലും ഒരു മാനസാന്തരത്തിൻ്റെ ഒരു വിഷയമുണ്ടായി. ആയിക്കോട്ടെ, നമുക്ക് ഈ മതപരിവർത്തനം എന്നുള്ള വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണല്ലോ. അതേക്കുറിച്ച് അച്ഛൻ്റെ എന്താ അച്ഛൻ അതേക്കുറിച്ച് നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളത്? എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഏതൊരു കാര്യത്തിലും ന്യായവും അന്യായവും ഉണ്ടല്ലോ. ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ച് അത് ഭാരതത്തില് സാധുതയുള്ളതാണ്. എല്ലാ മതക്കാർക്കും പറ്റും. ഹൈന്ദവർക്ക് വേണമെങ്കിൽ അല്ലെ ഉചിതമായ രീതിയിൽ അവർ മതത്തിലേക്ക്, അല്ലെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഉചിതമായ രീതിയിൽ അവരുടെ മതത്തിലേക്ക്, അങ്ങനെ അല്ലേ? അതെ അതെ, ആ ഉചിതമായ എന്നുള്ള ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരാൾക്ക് താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ അവർക്ക് അത് ബോധ്യമാകുന്നെങ്കിൽ, അവരാ വിശ്വാസത്തിലേക്ക് വരുന്നതെങ്കിൽ അതിന് യാതൊരുവിധ തെറ്റും നമ്മുടെ ഭരണഘടന കാണുന്നില്ല. ആ സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടനയിലുണ്ട്, നമ്മുടെ ഭാരതമുണ്ട്, കാരണം അതൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ എന്നാൽ മറ്റൊരു തലമുണ്ട്, നിർബന്ധിത മതപരിവർത്തനം. ഇപ്പോ നിർബന്ധിത മതപരിവർത്തനം അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് പെട്ടെന്നൊരു ചിന്ത വന്നതേ, ഇവിടെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇപ്പം സോഷ്യൽ മീഡിയകളിൽ ആക്റ്റീവായിരിക്കുന്നതുകൊണ്ട് ഓരോരുത്തർ എന്തെല്ലാം രീതിയിൽ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഈ ദൈവത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിന് ഒരു തടസ്സമുണ്ടാകുക എന്നുള്ളത് നിർഭാഗ്യമായിരിക്കുന്നു. പക്ഷെ അവിടെയും എനിക്ക് തോന്നുന്നത് ഹൈന്ദവ മതവിശ്വാസികൾ അല്ലെങ്കിൽ എടുത്തു പറയുന്നില്ല, ക്രൈസ്തവർ ഒഴിച്ചുള്ള മറ്റ് മതവിശ്വാസികൾ അവരുടെ മതം കാര്യമായിട്ട് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഇതൊരു വിഷയം ഉണ്ടാവുമോ? അതേ ക്രൈസ്തവരിങ്ങനെ പ്രചരിപ്പിക്കുന്നതേ വിഷയമുള്ളൂ? എങ്ങനെ അച്ഛൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് സത്യം പറഞ്ഞാല് ഓരോ മതത്തിലുള്ളവരും
ആ മതം പ്രചരിപ്പിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിന്റെ ഉള്ളിൽ ശ്രമിക്കുന്നുണ്ട്. ആത്മാർത്ഥതയുള്ള എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കാരണം തങ്ങൾ അനുഭവിക്കുന്നത് സത്യമാണെന്നും തങ്ങളുടെ വിശ്വാസം സത്യമാണെന്നും ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഒരാളൊരു മതത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വിശ്വാസം സത്യമാണ് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മതങ്ങളും അത് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ കൂടുതൽ ഈ ഒരു എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകതയായിരിക്കും. ക്രൈസ്തവ വിശ്വാസം തന്നെ എപ്പോഴും അത് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഒരു ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ നമ്മൾ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസം ശരിക്കും ഏതാണ്ട് പഠിച്ചിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇവാഞ്ചലൈസേഷനാണ്. അതെ. അപ്പോൾ അത് ഒരുപക്ഷെ മറ്റു മതങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഹൈന്ദവ മതം പോലെയുള്ള വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ള മതം അത്രമാത്രം ശ്രമിക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ച് അതിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നത് ഒന്ന് വിശുദ്ധി, രണ്ട് ഇവാഞ്ചലൈസേഷനുമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നതായി അനുഭവപ്പെടുമ്പോൾ മറ്റുള്ളവർക്കൊരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള ഒരു കാരണം. പക്ഷെ അതേ സമയത്ത് ഇപ്രകാരമുള്ളൊരു മതപരിവർത്തന വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വാസ്തവത്തിൽ അച്ഛൻ തൊട്ടും പറഞ്ഞ പോലെ നമ്മൾ കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈ കാര്യത്തിൽ എങ്ങനെയൊക്കെയുള്ള ഒരു ജാഗ്രത പുലർത്തണമെന്നാണ് അച്ഛന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മതം പ്രചരിപ്പിക്കുമ്പോൾ? മതം പ്രചരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ആശയം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തില് ഒരു മതത്തിന്റെ പ്രചരണം എന്ന് പറയുന്നത് അത് ജീവിക്കുന്നവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെയാണ്. അച്ഛൻ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നതാണേ. ഇന്ത്യയിലെ വളരെ അറിയപ്പെട്ടിരുന്ന പ്രഭാഷകനായിരുന്ന വാഗ്മിയായിരുന്ന സ്വാമി വിവേകാനന്ദ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഹൈന്ദവ മത ആചാര്യനായിരുന്നല്ലോ. അദ്ദേഹം പറയുകയാണ്, 100 കണക്കിനും 1000കണക്കിനും ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വരട്ടെ, അങ്ങനെ അത് വെൽക്കം ചെയ്യണം മതത്തിൻ്റെ പേരിൽ, കൂടെ ക്രിസ്തുവിൻ്റെ ജീവിതം കൂടെ കൊണ്ടുവരട്ടെ. അച്ഛൻ പറഞ്ഞ പെട്ടെന്ന് ഒരു ബന്ധം വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. എനിക്ക് ക്രിസ്തുവിനെ വളരെ ഇഷ്ടമാണ്, പക്ഷേ ക്രിസ്ത്യാനികളെ കാരണം ഇതാണ്, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇത് ക്രൈസ്തവരായ നമ്മളെ ഒരു ആത്മപരിശോധനയ്ക്കാണ് ഈ സംഭവം. യഥാർത്ഥത്തില് മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ ക്രൈസ്തവനും അവന്റെ ജീവിതത്തിൽ ഒരു ആത്മപരിശോധന, എൻ്റെ വിശ്വാസം ജീവിക്കുന്നതിൽ ഞാൻ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നു എന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ക്രിസ്തു എനിക്ക് തന്ന ഈ സവിശേഷമായ കൃപ അത് എത്രത്തോളം സവിശേഷമായ രീതിയിൽ വെളിപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നു എന്നൊരു ആത്മശോധന ഓരോ ക്രൈസ്തവനും, അത് പുരോഹിതരാകട്ടെ, സന്യസ്തരാവട്ടെ, അൽമായരാവട്ടെ, ആരുമാവട്ടെ, നമ്മൾ നടത്തേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. അത് ഇടയ്ക്കാരോ പറഞ്ഞിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ. ആശയം എനിക്ക് അത്ര പൂർണ്ണമല്ല. എന്നാൽ ഇങ്ങനെയായിരുന്നു, മുൻകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടത് അവരുടെ അതിവിശുദ്ധമായ ജീവിതത്തിൻ്റെ മറ്റും കാരണം കൊണ്ടാണെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് അവർക്കൊരു ജീവിതമില്ലാത്തത് കൊണ്ടാണ്. നന്നായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അവർക്കെതിരെ പീഡനങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ആരെ പറഞ്ഞായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ ആശയം തന്നെ എൻ്റെ മനസ്സിലുള്ളത്. കാരണം നമ്മൾ ഇപ്പോൾ IHS മിനിസ്റ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ദൈവം തന്നൊരു പ്രത്യേക കൃപ കൊണ്ട് നമ്മളെല്ലാ കാലഘട്ടങ്ങളിലും സഭയ്ക്കുള്ളിലുള്ളവർ നന്നാകണം. നമ്മൾ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങി. കാരണം എനിക്ക് ഇതുവരെയും ഈശോയെ അറിയാത്ത മറ്റ് മതസ്ഥരെയൊക്കെ ഈശോ അറിയണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് എനിക്കാണ് യോഗ്യതയായിട്ടില്ല. ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ജീവിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡുണ്ട്. ഈശോയുടെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണല്ലോ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. അല്ലെങ്കിൽ മറ്റു വചനത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇതുപോലെയൊക്കെയുള്ള വചനം നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴേ നമ്മളെങ്ങനെ ഊരുറപ്പിച്ച് പോയി മറ്റുള്ളവരോടെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി എനിക്കൊരു കരുത്തൊക്കെ വരുന്നില്ല ഇപ്പോഴും. അതേ സമയത്ത് നമുക്ക് നമ്മുടെ സഭയിൽ തന്നെ, നമ്മുടെ സഭയിലുള്ളവരോട് നമുക്കാദ്യം നന്നാകാം. ഈശോയെ നേരത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചൊരു നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതം സുവിശേഷാത്മകമാക്കാം എന്ന് പറയാൻ വേണ്ടിയാണ് എനിക്കെപ്പോഴും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു മതപരിവർത്തനം എന്നുള്ളൊരു വലിയൊരു വിഷയമായിട്ട് വരുന്നത്. നമ്മുടെ വിഷയം മനപരിവർത്തനമാണ് അല്ലേ? ശരിക്കും അതായിരിക്കും നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യുന്ന വിഷയം തോന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഓരോരുത്തരും നന്നായാൽ ബാക്കി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊള്ളു. കാരണം പ്രകാശം വന്നു കഴിയുമ്പോൾ ആ പ്രകാശത്തെ സ്വീകരിക്കാതിരിക്കാൻ ഒരാത്മാവിനും സാധിക്കത്തില്ല, ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. കാരണം യഥാർത്ഥ പ്രകാശത്തിന്റെ പ്രഭ ചൊരിയുവാനായിട്ട്, ആ സ്നേഹത്തിന്റെ പ്രഭ ചൊരിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് വേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ ഓരോ മനുഷ്യന്റെയും മഹത്വം, അതായത്
ഓരോ മനുഷ്യനും, അത് ഏത് മതത്തിലുള്ള വ്യക്തിയുമാകട്ടെ, ആ വ്യക്തിയെ കാണുമ്പോൾ അവൻ ആണാണോ പെണ്ണാണോ സൗന്ദര്യമുള്ളവനാണോ കഴിവുള്ളവനാണോ എന്നൊന്നും ചിന്തിക്കാതെ അവൻ ദൈവത്തിന്റെ പൊന്നോമനയാണല്ലോ എന്നൊരു കണ്ണോടുകൂടി ഓരോ മനുഷ്യനെയും കാണാൻ നമ്മളൊന്ന് പരിശീലിച്ചാൽ അതാണ് സത്യം. അപ്പോൾ അത് തന്നെ വലിയൊരു സുവിശേഷ പ്രഘോഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരേണ്ടത്. അതെ, ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റ് സഭയ്ക്ക് വെളിയിലുള്ള മറ്റ് വിജാതീയരൊക്കെ, വിജാതീയത്തെ പോലും പറയേണ്ട നമുക്ക്, അവർക്ക് നമ്മുടെ സഹോദരങ്ങളാണ്, അവർക്കൊക്കെയും എനിക്ക് തോന്നുന്നു നമ്മളുടെ കാരണം നമ്മളുടെ വിശ്വാസം ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ നമ്മളിലൂടെ ഈശോയെ മനസ്സിലാക്കുന്നില്ല, ഈശോയുടെ പ്രബോധനങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ വികലമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ക്രിസ്തു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവുകയാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മളിലൂടെ നമ്മൾ ഈശോയെ യഥാവധി അവതരിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർ ഈ വിശ്വാസം എതിർക്കുകയല്ല, ആശ്ലേഷിക്കുകയായിരിക്കും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് മദർ തെരേസയുടെ കാര്യം ഓർമ്മ വന്നു. മദർ തെരേസ ഈശോയെ കുറിച്ച് അധികമൊന്നും പറഞ്ഞു കൊടുത്തില്ല, പക്ഷെ മദർ തെരേസയുടെ ഓരോ ജീവിതം കണ്ടപ്പോഴേ അമ്മ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ ആൾക്കാരെ വരികയാണ്. അപ്പൊ അതായത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ചിന്ത തന്നെ നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശമായിട്ട് മാറേണ്ടത്. അതെ അതെ. അപ്പോൾ നമ്മൾ ഒത്തിരി ഈ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ പ്രഘോഷണങ്ങളാണ്. ഒരിക്കലും എപ്പോഴും ഒരു പ്രകാശനം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിങ്ങനെ, ഇനി മുതൽ വായിൽ നിന്ന് ചെവിയിലേക്ക് എന്നതിനേക്കാളുപരി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുന്നു, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയുന്നു. ആ ഹൃദയം കൊണ്ട് നമ്മൾ സഹോദര ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു, അപ്പോൾ അവനിലേക്കും ദൈവസ്നേഹം നിറയുന്നു. അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു സുവിശേഷ പ്രഘോഷണം. അവിടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. ആരോ ഒരിക്കൽ മദർ തെരേസയെ കുറിച്ച് പറയുന്നത് കേട്ടോ, മദർ തെരേസ ഒരിക്കൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മദർ അധികം പ്രസംഗിക്കാതെ തന്നെ മദർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, മദർ എന്തിനൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയത്തക്ക രീതിയിൽ വാക്കുകളേക്കാൾ മുമ്പിൽ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വചനം തന്നെയാണല്ലോ. ഈശോ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യനാണെന്ന് ലോകമറിയും. അപ്പോൾ ലോകത്ത് ഈശോയെ അറിയിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സഭയിലുള്ളവർ തന്നെ പൂർവാധികം നന്മയുള്ളവരായിട്ട്, ആത്മീയരായിട്ട്, സ്നേഹമുള്ളവരായിട്ട് പരസ്പരം സ്നേഹിക്കുന്നതിലേക്ക് വരണം. അപ്പോൾ നമുക്ക് പുറത്തുള്ളവരെ ഞാൻ ഇന്നൊക്കെ ചിന്തിക്കുകയായിരുന്നേ, പുറമേ ഉള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി നമുക്ക് നമുക്ക് അങ്ങനെ വിധിക്കാൻ അവകാശമില്ല. രണ്ട്, അതിനേക്കാൾ ഒത്തിരിയേറെ ആത്മശോധനകൾ നമ്മുടെ സഭയിൽ നമ്മുടെ നടക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ അതെ. അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും മിയാ കുൽപ്പ എന്ന് പറയേണ്ടി വരും. എന്റെ പിഴ എന്ന് പറയേണ്ടി വരും. കാരണം ഇത് നമ്മളാരും തന്നെ പൂർണ്ണരായിട്ടില്ല. പക്ഷേ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവ സ്നേഹത്തിൽ നിറയാനുള്ള ഒരു ദാഹം ഉള്ളിൽ ജനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരാളിൽ നിറഞ്ഞു കവിയുന്ന ദൈവസ്നേഹ സഹോദര സ്നേഹമായിട്ട് പരസ്നേഹമായിട്ട് അവരിലേക്ക് ഒഴുകുന്നതിന്റെ പേരാണ് സുവിശേഷം. ആ സ്നേഹത്തിന്റെ ഉറവിടവും ആ സ്നേഹത്തിന്റെ ഉച്ചകോടിയും അതിന്റെ അവസാനവും എല്ലാം ക്രിസ്തു എന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ് വിശ്വാസം. ക്രിസ്തുവിലൂടെ വരുന്ന ദൈവസ്നേഹം പരസ്നേഹമായിട്ട് രൂപപ്പെടുന്നു. അപ്പോൾ ഈ പരസ്നേഹം എന്ന് പറയുന്ന ചില പ്രവൃത്തികളെക്കാൾ ഉപരി, പ്രവൃത്തികളിലൂടെയാണ് അത് പൂർണ്ണമാകുന്നെങ്കിലും ആത്യന്തികമായിട്ട് വരുന്നത് അതൊരു മനോഭാവത്തിലാണ്. സ്നേഹത്തിന്റെ മനോഭാവം എല്ലാവരോടും ഉണ്ടാകുകയാണ് എങ്കിൽ യഥാർത്ഥത്തില് മതപരിവർത്തനം എന്ന് പറയുന്നത് ദൈവാത്മാവ് തന്നെ നയിച്ചോളൂ. അതാണ് എനിക്ക് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞനുസരിച്ച് ശരിയാണ്. നമ്മളൊരാളെ അഗാധമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സ്നേഹത്തെ എതിർക്കാൻ പറ്റുകയല്ലോ അല്ലേ? നമ്മൾ മറ്റേ മതസ്ഥരെ അല്ലെ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ആ സഹോദരന്മാരെ നമ്മൾ അഗാധമായി സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ ശുദ്ധമായ സ്നേഹത്തെ അവർക്ക് എതിർക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സ്നേഹം അപൂർണവും കുറവുള്ളതുമായതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ പലപ്പോഴും പുറത്തുള്ളവർക്ക് നമ്മുടെ വിശ്വാസത്തിനൊക്കെ ഒരു അല്ലേ, നമ്മുടെ വിശ്വാസത്തെ സ്നേഹമായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇതൊത്തിരി വിശ്വാസത്യങ്ങളിലും ആശയങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? ഒരു അനുഷ്ഠാനങ്ങളിലും ചില ആചാരങ്ങളിലുമായിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ തരുണത്തില് ഒരു ആത്മശോധന നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ധാരാളം നിരവധി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങള് ധാരാളം ആളുകളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാവരെയും പഠിപ്പിക്കുന്നു. ധാരാളം ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള രോഗികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ നമ്മുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവര് പോലും പിന്നീട് നമുക്കെതിരായിട്ടാണ് വരുന്നത്. അതൊരു ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്തുകൊണ്ടാണ്?
നമ്മൾ കൊടുക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ക്രിസ്തുവിന്റെ സ്നേഹം കൂടെ കൊടുക്കാൻ നമ്മൾ സ്നേഹമില്ലാതെയുള്ള സ്നേഹപ്രവർത്തികൾ സ്നേഹമില്ലാതെയുള്ള സ്നേഹപ്രവർത്തികളാണോ എന്ന് ഒരു ഒരു കച്ചവട താല്പര്യത്തിലേക്കൊക്കെ നമ്മൾ വഴുതി പോയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മശോധന ഇത് നടത്തുന്ന നമ്മളെല്ലാവരും ആത്മശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം ആയിട്ടില്ലേ? സെയിന്റ് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്തീനോസ് പറയുമായിരുന്നു, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഏത് വിഷയത്തിനെതിരെയാണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ വിഷയം കൂടുതൽ സുവിശേഷാത്മകമായി ജീവിക്കാനുള്ള ഒരു പ്രചോദനം അത് നമ്മൾ സ്വീകരിക്കാൻ അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോൾ നമ്മളെ ഒരു വിഷയത്തിൻ്റെ പേര് നമ്മളെ ഇങ്ങനെ എതിർക്കുമ്പോൾ തിരിച്ചെതിർക്കാൻ വേണ്ടിയല്ല, ഈ പറയുന്ന വിഷയം കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ജീവിക്കണം എന്നൊരു പ്രചോദനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധ അഗസ്തീനോസ് പറയുമായിരുന്നു. ഇപ്പോൾ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പണ്ടങ്ങൾ ഒരു ചിന്തയാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അന്ന് ഈ പിന്നെ ചില മാഗസിൻസ്, പേര് പറയുന്നില്ല, അന്നൊക്കെ വീട്ടിൽ കിട്ടുന്ന ചില മാഗസിൻസ്, അതിൻ്റെ പുറം കവറിലൊരു ഒരു വലിയ മസിലൊക്കെ പിടിച്ചിടാൻ നിൽക്കുന്നു. പേര് എൻ്റെ ജീവൻ ഓർക്കുന്നുണ്ട്. ഒരാളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ഒത്തിരി കൊള്ളാലോ, ഈ മസിൽ കൊള്ളാലോ, അപ്പോൾ എങ്ങനെ പുള്ളിക്ക് കിട്ടി നോക്കി അപ്പോഴത്തേക്ക് ജീവൻ ഡോൺ. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ദൈവസ്നേഹം കൊണ്ട് പരിശുദ്ധി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിന്ന് കഴിയുമ്പോൾ ഇത് കാണുന്ന മറ്റ് മതസ്ഥരും ആരുമായിക്കോട്ടെ, ഇയാൾക്ക് ഇത്രമാത്രം വലിയൊരു ജീവിതം എങ്ങനെ ഉണ്ടായി? അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് ടോണിക്കാണ് ക്രിസ്തു, അല്ലേ? അപ്പോൾ അവർക്ക് തന്നെ ഒരു എനിക്കിത് നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇവരെ ഇങ്ങനെയാക്കുന്ന, ഇവരെ ഇത്രമാത്രം നല്ലവരാക്കുന്ന, സമൂഹത്തിന് പിന്നെ സമൂഹത്തിൽ ശ്രേഷ്ഠരാക്കുന്ന, മറ്റ് മതസ്ഥരെ മറ്റുള്ള എല്ലാവരെയും അത്ഭുതകരമായിട്ട് ജീവിക്കുന്ന ഇവരുടെ ജീവിതം കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ എനിക്കും ആകണം എന്ന് നമ്മളോട് വന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള, അല്ലേ, എന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുമ്പോൾ മതപരിവർത്തനമല്ല, മനപരിവർത്തനം സ്വാഭാവികമുള്ള ചുറ്റുപാടിലേക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ഇനി പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സംഘർഷം നിറഞ്ഞൊരു സാഹചര്യം നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടതിന് വേണ്ടിയല്ലേ? തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ വേറൊരു ചിന്തയും കൂടെ നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണേ. ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തുറഞ്ഞു പോകുമെന്ന ഒരു വചനഭാഗമുണ്ട്. ശരിക്കും വിശ്വാസികളുടെ ഉള്ളിൽ പോലും സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അത് സഭയ്ക്കുള്ളിലെ ചില അധർമ്മങ്ങളായിരിക്കാം, ലോകത്തിന്റെ അധർമ്മമായിരിക്കാം. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യത്തെ കൂടെ നമ്മളൊന്ന് മനസ്സിൽ കാണണം. അപ്പം ഇന്ന് ഒരു സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നൊരു വ്യക്തിയോട് ചോദിച്ചാൽ ശുദ്ധമായ സ്നേഹം അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നവരുടെ എണ്ണമായിരിക്കും കൂടുതൽ ആയിട്ടുള്ളത്. കാരണം എല്ലാ സ്നേഹത്തിന്റെയും പിന്നിൽ ഒരു സ്വാർത്ഥതയുടെ അംശം കലരുന്നുണ്ട് എന്നൊരു ചിന്ത മനുഷ്യരുടെ ഉള്ളിലുണ്ട്. അപ്പം സ്വാർത്ഥതയില്ലാത്ത സ്നേഹം കൊടുക്കുവാൻ ഉള്ള ഒരു വിളി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൽ എത്രത്തോളം നമ്മൾ വിശ്വസ്തരാണ്, എത്രത്തോളം നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. എനിക്കൊന്ന് മതങ്ങൾ തമ്മിൽ മത്സരമാവാം, ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മതം ഏതാണ്? ഏറ്റവും കൂടുതൽ അച്ഛൻ പറഞ്ഞ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന മതസ്ഥരാരാണ്? അങ്ങനെ മതങ്ങൾ തമ്മിൽ ഇവിടെ യുദ്ധം ചെയ്യട്ടെ, അല്ലേ? അതെ. അപ്പൊ ഇത് പറയുമ്പോഴും നമ്മുടെ സ്നേഹപ്രവർത്തികളെ നമ്മൾ തള്ളിപ്പറയല്ലോ. ധാരാളം സ്നേഹപ്രവർത്തികൾ സഭ ചെയ്യുന്നത്രേ സ്നേഹപ്രവർത്തികൾ ആരും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ ഒന്നേറെ സ്നേഹപ്രവർത്തികൾ ചെയ്യുന്നത് അതിങ്ങനെ ആരോപിക്കുവാണേ, നമ്മളിങ്ങനെ സ്നേഹപ്രവർത്തി ചെയ്യുന്നത് മതം മാറ്റാൻ വേണ്ടിയാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. കാരണം ബെൻഡിക്ട് പാപ്പ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരിക്കലും സ്നേഹപ്രവൃത്തി ചെയ്യുന്നത് ആരെയും മനസ്സ് മാറ്റാൻ വേണ്ടിയല്ല. ഞാനൊരു ഇത് മിസ്റ്റിക്കൽ ഗ്രന്ഥമാണ്, അത്ര ആധികാരികമൊന്നുമല്ല, എങ്കിലും അതിൽ കിടക്കുന്ന ഒരു ആശയം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചതാണ്. ഈശോ ജീവിച്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ജീവിച്ചിരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഈശോ തന്നെയുള്ളൂ തളർന്നു പോവാണ്. അപ്പോൾ ഒരു 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു സ്ത്രീകൾ 1-2 സ്ത്രീകൾ ഒരുമിച്ച് കരയുന്നേക്കാം. അപ്പോൾ ഈശോ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ പിന്നെ ഒരു വിജാതീയ അന്നത്തെ കാലത്തുള്ള ഗിരിക്കാരം മറ്റുമാണ്. അങ്ങനെ ഒരു ഫാമിലി, ഒരു പ്രായമുള്ള സ്ത്രീക്ക് അവരുടെ മോളാന്ന് തോന്നുന്നു, പിന്നെ ഒരു കൊച്ചു ഇപ്പോൾ തൊട്ട് മുമ്പ് ജനിച്ചൊരു കുട്ടി കട്ടിലേ കിടപ്പുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ നോക്കിക്കൊണ്ടാണ് ഈ സ്ത്രീകൾ നമുക്ക് കരയുന്നത്. അപ്പോൾ ഈശോ വാതിൽക്കൽ നിന്ന് വിളിച്ചു ചോദിച്ചു, സ്ത്രീയെ എന്താ കരയെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇത് യഹൂദനാണല്ലോ നിൽക്കുന്നത്. അവർ തമ്മിൽ അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടി ഇവളുടെ 2ാമത്തെ കുട്ടിയാണ് ഈ മോളുടെ. ആദ്യത്തെ കുട്ടി ഇതുപോലെ മരിച്ചുപോയി, ഉണ്ടായ ഉടനെ തന്നെ 2ാമത്തെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ കരയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈശോ മുറിയിലേക്ക് കയറാൻ ചെല്ലുവാണ്. അപ്പോൾ അവർ വേണ്ട, കാരണം യഹൂദരെ സംബന്ധിച്ച് എന്തോ ഈ ശവത്തോടെ എടുക്കാൻ പാടില്ല. പക്ഷേ
ഈശോ നേരെ അങ്ങ് കയറി ചെന്നു. നേരെ കയറി ചെന്നിച്ച് ആ കൊച്ചിനെ എടുത്തിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഈശോ ഊതി. അന്നേരം എന്നിട്ട് ഈശോ തിരിച്ചു കൊടുത്തു. അവരെ ഞെട്ടി നിൽക്കുക. അവരുടെ ഒരു താങ്ക്സ് പോലും സ്വീകരിക്കാൻ നിൽക്കാതെ ഈശോ ഇറങ്ങി നടന്നു. അപ്പം ഞാൻ എന്നെ ആത്മവിശ്വാസം ഒരുപക്ഷെ ഞാനെങ്ങാനായിരുന്നെങ്കിൽ രണ്ടുപേരും മുട്ടിമേ നിൽക്കുക. എന്നിട്ടൊരു വിശ്വാസപ്രവണത ഏറ്റവും അല്ലെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞു. അപ്പം വെണ്ടിറ്റോ പഠിപ്പിക്കുന്നത് നമ്മളുടെ സ്നേഹപ്രവർത്തികൾ എപ്പോഴും നിഷ്കളങ്കമായി ഒന്നിനും പ്രതിഫലം പ്രതീക്ഷിച്ചാകരുത്. ഈ സ്നേഹം സ്വീകരിക്കുന്ന വ്യക്തി തീരുമാനമെടുക്കട്ടെ. സ്നേഹം സ്വീകരിക്കുന്ന വ്യക്തി വേണമെങ്കിൽ തീരുമാനമെടുക്കട്ടെ. ഈ ഇത്രമാത്രം നിഷ്കളങ്കമായ സ്നേഹം വന്ന ഉറവിടം എത്രയോ മനോഹരമായിരിക്കും എന്നറിഞ്ഞ് അതിലേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ മതത്തിലും ഒരു ക്രിസ്തു മതത്തേക്കാൾ കൂടുതൽ സ്നേഹം പഠിപ്പിക്കുവാൻ മറ്റ് മതസ്ഥർ ശ്രമിക്കട്ടെ. ഇനി അവരെയൊക്കെ കൂടുതൽ സ്നേഹം പഠിപ്പിക്കാൻ ക്രിസ്ത്യാനി ശ്രമിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഒരു മതസ്ഥർ അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് എന്താ ഞങ്ങളുടെ വിശ്വാസത്തെ മറ്റേ മതസ്ഥ എതിർക്കുന്നു, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എതിർക്കാം. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും ഈ കാഴ്ചപ്പാട് വളർന്നു വരുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തെ മറ്റു ചിലരൊക്കെ ഇങ്ങനെ മറ്റു ചില മതസ്ഥരോ തീവ്രവാദ സ്വഭാവമുള്ളവരൊക്കെ എതിർക്കുന്നു എന്ന് പറഞ്ഞ പേരിൽ അവരെക്കാൾ തീവ്രവാദം പോലെ ഉള്ള മനോഭാവങ്ങളൊക്കെ നമ്മുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അത് വളരെ അപലപനീയമാണ്. നമ്മളെ എത്രമാത്രം പീഡിപ്പിച്ചാലും നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് വിടാൻ വേണ്ടി പറ്റുമോ? അല്ലേ? സെയിൻറ്റ് അഗസ്റ്റിൻ പണ്ട് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടനെ എതിർത്തേക്കരുത്, എതിർത്താൽ മറ്റു ദുഷ്ടങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞേക്കാം. പിന്നെ ആശയം കഴിഞ്ഞിടയ്ക്ക് കേട്ടതേ, അച്ഛനെ കേട്ടതായിരിക്കുമേ, ചില മതസ്ഥരുടെയൊക്കെ തീവ്രവാദ സ്വഭാവമുള്ള ചില മതസ്ഥരുടെയൊക്കെ അജണ്ടയാണ് അത്രേ. അപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു, 8-10 ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്നു, അല്ല വധിക്കുന്നു, എന്നിട്ട് വീഡിയോ പിടിക്കുവാണ്. വീഡിയോ പിടിച്ചു കഴിഞ്ഞ് ഇവരുടെ പ്ലാൻ അറിയാമോ? ഇതെന്ത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രദർശിപ്പിക്കുകയാണ്, വിടുവാണ്. ഇത് കാണുന്ന മറ്റ് ക്രിസ്ത്യാനിയും കത്തോലിക്കരും ഈ കൊന്നവരെ വെറുക്കും. അപ്പം ക്രിസ്ത്യാനിയുടെ സ്വഭാവം തന്നെ ആകേണ്ട സ്നേഹമാണല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലെ സ്നേഹം നശിച്ച് നമ്മൾ ആത്മീയമായി നശിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് അത്ര ഇവരിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ബോധമുണ്ടോ? ഓർത്ത് നോക്കിയേ, നമ്മളിങ്ങനെ അത് ശരി, നമുക്ക് അങ്ങനെ ചെയ്യാം, നമ്മളങ്ങനെ ചെയ്തോ, നമ്മളുള്ളിൽ അവരെ അത് മതി. ഒന്ന് ഓർത്ത് നോക്കി, എത്രയോ ഈ ഇരുട്ടിൻ്റെ മക്കൾ എത്രയോ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളിതറിയാതെ ക്രിസ്ത്യാനിക്കെതിരായി പീഡനം ഉണ്ടാകുമ്പോൾ നമ്മളുടനെ വെറുക്കുകയാണ്, വിധിക്കുകയാണ്, ഒരുമിച്ച് ചർച്ച ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അതാണ് മുമ്പേ അച്ഛൻ പറഞ്ഞ ഓർത്തതാണ്. അധർമ്മം വർദ്ധിക്കുന്നു പറഞ്ഞാൽ സാത്താനെ പോലുള്ള പ്രവൃത്തിയാണല്ലോ ഇത്. ക്രിസ്ത്യാനി കാരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമില്ലായ്മയാണ്. അല്ല, ആള് ഉൽപ്പത്തി പുസ്തകത്തിൽ പഴം പറിച്ചിട്ട് ആരും മരിച്ചു പോയൊന്നുമില്ലല്ലോ, സ്നേഹം മരിച്ചുപോയി. അപ്പൊ നമ്മളെ മരിപ്പിക്കാൻ സാത്താന്റെ ഉള്ളിലെ ഏറ്റവും വലിയ കണിയാണ് നമ്മളെ സ്നേഹം മരിപ്പിക്കുക. അതിനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് മതപീഡനം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അച്ഛൻ ആദ്യം പറഞ്ഞ ഏറ്റവും തുടങ്ങി വെച്ചതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ജാഗരൂകരായില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മളിലെ ആ സ്നേഹം പോകും. ഇത് നമ്മളെ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികളെ കാണുന്ന മറ്റ് ക്രിസ്ത്യാനിയുടെ ഉള്ളിലെ സ്നേഹം പോകും. അപ്പോൾ ആര് വിജയിക്കും? മാസത്തിൽ സാത്താൻ വിജയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് എന്താ വലിയ ഒരു ആഴമേറിയ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞാൻ പോലും ഇപ്പോഴാണ് ആ രീതിയിലൊന്ന് ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ വന്നത് ശരിക്കും ആത്മീയമായി നമ്മളെ അവരെ കൊല്ലുക നമ്മളറിയുന്നില്ല. നമ്മളിങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പോൾ. അതെ. അതും ഓർക്കുക, എൻ്റെ ഒരു കൂട്ടുകാരനെ അദ്ദേഹം ഒരു ധ്യാനത്തിന് പോയി. ധ്യാനം കൂടുന്ന സമയത്ത് കൗൺസിലർ തലേ കൈവച്ച് ചോദിച്ചു, ഒരു 8-10 വർഷം മുമ്പാണ്, ഈ തനു ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പാലക്കാരൻ. ഇപ്പോൾ ഇദ്ദേഹം തനു, പിന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ഓർമ്മ വന്നത്. തനുവിനെ വെച്ച് ഓർമ്മ, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. പണ്ട് രാജീവ് ഗാന്ധിയെ ബെൽറ്റ് വെച്ച് വന്ന സമയത്ത് TV-യിൽ കൂടി ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ തെറി പറഞ്ഞതാ, എൻ്റെ രാജീവ് ഗാന്ധിയെ നീ എന്ന് മനസ്സിൽ തെറി പറഞ്ഞതാ. വർഷങ്ങൾ കഴിഞ്ഞ് ധ്യാനിക്കാൻ ചെന്നപ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, നീ തനുവിനെ അന്ന് വെറുത്തത് പാവമാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, ദൈവമേ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കി അവൾ അങ്ങനെ ചെയ്തു അല്ലേ? വല്ല പറയുന്നുണ്ട് എന്തുമാത്രം പേരെ നമ്മൾ വെറുത്തു അല്ലേ? ഓരോ ദിവസം കഴിയുന്നവരും പുറത്തൂടെ പോകുമ്പോൾ എടുത്ത് നടപ്പ് കണ്ടുകിട്ട് അവൻ്റെ നമ്മളിത് വെച്ച് നോക്കി കഴിയുമ്പോഴേ കാരണം സ്നേഹത്തിൽ മാത്രം ജീവിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി എന്ന് പരിഗണിക്കുമ്പോൾ അത് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളിലും അപകടത്തിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലുള്ള വലിയ ഗൗരവമായ വിഷയം വരുമ്പോൾ നമ്മൾ സ്നേഹത്തിന് വിരുദ്ധമായി നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് നമ്മുടെ മതം എന്നും ഉണ്ടാകണം നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. സ്നേഹം കൊണ്ടല്ലാതെ ഈ വിശ്വാസം വളർത്താൻ പറ്റത്തില്ല. അത് രക്തസാക്ഷികൾ കാണിച്ചു തന്നതാണ്. നമ്മളുടെ ഡിഫെൻസീവായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും
നമ്മളുടെ മസിൽ പവർ കൊണ്ടോ നമ്മളുടെ സംഘടനാ ശേഷി കൊണ്ടോ ഒന്നും ഈ സഭയെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. അത് പണ്ടേ സിനിമകൾ പറഞ്ഞതല്ലേ, സ്നേഹം പടുത്തുയർത്തുന്നു. അപ്പം നമ്മൾ ഈ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്തുമാത്രം നമ്മളെ സ്നേഹത്തിനെ സ്വീകരിക്കുന്നു, നമ്മളെ പീഡിപ്പിക്കുന്നവരോട് നമ്മൾ എന്തുമാത്രം തിരിച്ച് സ്നേഹം കരുണയും കാണിക്കുന്നു. അതേസമയത്ത് നമുക്ക് പ്രതികരിക്കാനും ഒക്കെ നമുക്ക് മനുഷ്യൻ്റെ ഈ അവകാശമുണ്ട് സാമൂഹ്യ ജീവിതത്തിന്. പക്ഷേ ആ പ്രതിഷേധം പ്രതികാരത്തിൻ്റെ ലെവലിലേക്കും മറുവശത്ത് പ്രാർത്ഥനയില്ലായ്മയിലേക്കും സ്നേഹമില്ലായ്മയിലേക്കും അധപതിക്കുന്നത് ഒരു മഹാദുരന്തമായിട്ട് സഭയുടെ തകർച്ചയ്ക്ക് അല്ലേ കാരണമായി തീരുന്നുള്ള എൻ്റെ ഒരു ബോധ്യമായിട്ടുള്ളത്. സഭയുടെ തകർച്ചയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. നമ്മുടെ ആ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. യഥാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തിന്റെ ജീവിതം ജീവിച്ചത് നമ്മുടെ ആൾക്കാരല്ലേ, സഭയാണ്. സ്നേഹത്തിന്റെ ജീവിതം ജീവിച്ചതും അതിനുവേണ്ടി ത്യാഗമെടുത്തതും. അപ്പോൾ ആ ഒരു സഭയിൽ അഭിമാനിക്കാൻ നമുക്ക് തോന്നുന്നു. അച്ഛന്റെ വിശുദ്ധനായ ഫ്രാൻസിസ് പുണ്യാളനെ കുറിച്ച് ലെനിനെ മറ്റെന്ത് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? എനിക്ക് 10 ഫ്രാൻസിസ് അസിസിമാരെ തന്നാ മതി. അതെ, ലെനിൻ പറഞ്ഞ ഇതിനേക്കാൾ ഭേദം. അതെ. സത്യം പറഞ്ഞാല് ഒരേ സമയം നമുക്ക് നമ്മുടെ സഭയെ കുറിച്ച് ഒരു അഭിമാന ബോധം തോന്നണം. അത് എന്താ പറയാ, സ്നേഹത്തിന്റെ ജീവിതം, ആരെയും വെറുക്കാതെ, എന്തെല്ലാം സംഭവിച്ചാലും ആരെയും വെറുക്കാതെ, എല്ലാം ദൈവ പരിപാലനയിൽ എല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റും. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ഈ നടന്ന സംഭവം പോലും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുന്നത്. എന്റെ മനസ്സിലേക്ക് ഇപ്പം വരുന്ന എന്താ, ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്ന ആ വ്യക്തി എന്തായി മാറി? കണ്ടമാരിലേക്കാണ് വിശ്വാസം വളരുന്നതായിട്ട്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയില് എല്ലാം എന്തായി മാറും? നന്മയായിട്ട് പരിണമിപ്പിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു സാഹചര്യത്തോടെ പ്രത്യുത്തരം നൽകാൻ, അവിടെയാണ് പ്രധാനം. പ്രത്യുത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചർച്ച ഇവിടെ തന്നെ വെച്ചത്. അതെ, നമ്മളിപ്പോ സംസാരിച്ച കാര്യങ്ങളിൽ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ഇത് മാത്രമല്ല, ഇത് ചിലപ്പോൾ ഒന്നിന്റെ തുടർച്ചയാകാം, ഇതൊക്കെ പലതും സംഭവിക്കാതിരിക്കുന്നതാവാം. അപ്പോഴൊക്കെ നമ്മൾ ഇതിനകത്ത് ഒരു ക്രിസ്തുവിന്റെ ഹൃദയം വഹിച്ചുകൊണ്ട് നമ്മുടെ സംഭവങ്ങളെ നമ്മൾ നേരിട്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് നശിക്കും. കുറച്ചൊക്കെ നമുക്ക് പ്രതിഷേധിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും, പക്ഷെ ആത്മാവ് നശിച്ചിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. എനിക്ക് വളരെ അടുത്ത് പരിചയപ്പെട്ട ഒരു സിസ്റ്റർ ധ്യാനഗുരുവാണ്. അപ്പോൾ സിസ്റ്ററിനെങ്കിൽ പറയാൻ അനുവാദം തന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്, സീനിയറാണ്. അപ്പോൾ അങ്ങനെ ധ്യാനഗുരുവായിട്ട് ഇങ്ങനെ ധ്യാനിപ്പിച്ചുള്ള സമയത്ത് പെട്ടെന്ന് ഒരു 60 വയസ്സൊക്കെ പ്രായം കഴിഞ്ഞു. സിസ്റ്ററിൻ്റെ കണ്ണുകളിലെ കാഴ്ച കുറഞ്ഞു. ഒരു 4-5 വർഷം മുമ്പ് സിസ്റ്ററിനെ വിളിച്ചു, ബിജു വേറെ എനിക്കിത് പ്രാർത്ഥിക്കണം. ഭയങ്കര ആശങ്കപ്പെട്ട വിളിക്കുന്നത്. അപ്പം ഞാൻ 60 വയസ്സ് കഴിപ്പിച്ച കണ്ണിൻ്റെ കാഴ്ച നമുക്ക് പറയുന്ന ആളെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ അല്ലല്ലോ, മനുഷ്യ വിഷമാണല്ലോ. സിസ്റ്റർ ഇങ്ങനെ വീണ്ടും എന്നെ വിളിച്ചു, വീണ്ടും ഭയങ്കരമായ ആശങ്കപ്പെട്ടു. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു ധ്യാനഗുരുവൊക്കെ ആണല്ലോ, സിസ്റ്റർ ധ്യാനഗുരുവൊക്കെ ആണിട്ട്. പിന്നെ അറിഞ്ഞത് സിസ്റ്റർ ഡിപ്രഷനിലേക്ക് പോയി, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു എന്നുള്ള ആ ഒരു വിഷമം കൊണ്ട് ഡിപ്രഷനിലേക്ക് പോയെന്ന് അറിഞ്ഞു. 2 വർഷം കഴിഞ്ഞ് ഞാൻ സിസ്റ്ററിനെ നേരിട്ട് കാണുക. അപ്പോൾ സിസ്റ്റർ കുറച്ചൊക്കെ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ബിജു വേറെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഞാനൊരു ധ്യാനഗുരുവായിരുന്നു. ആൾക്കാരോടെല്ലാം നിങ്ങൾ ഏത് പ്രശ്നമുണ്ടെങ്കിലും ഏത് സഹനമുണ്ടെങ്കിലും ഈശോ മാറ്റും എന്നെപ്പോഴും ക്ലാസ് കൊടുത്തിരുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്കൊരു സഹനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിത് ധ്യാനഗുരുവായ എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ധ്യാനം കൂടുന്ന അവസ്ഥ എന്തായിരിക്കും? മിനിസ്റ്റർ പറയുകയാണേ, ബിജുബർ നോക്കിക്കോ, കേരളത്തിൻ്റെ അവസ്ഥ പരിഗണിച്ച് കഴിയുമ്പോൾ ഒരു മതപീഡനമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനക്കാൽ ഒരാൾ പോലും സഹിക്കാൻ കാണുമെന്ന് പറഞ്ഞു. കാരണം പലപ്പോഴും നമ്മളുടെ പ്രബോധനങ്ങളൊക്കെ ദൈവം ചില പ്രശ്നങ്ങളൊക്കെ എടുത്ത് മാറ്റും. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിന് കൂടപ്പുറപ്പാണല്ലോ സഹനങ്ങൾ എന്നുള്ളത്. ഈശോ തന്നെ ഒരിക്കൽ പറഞ്ഞു, വിശുദ്ധ മത്തായി 6:34 പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശം മതി എന്ന് പറഞ്ഞ അർത്ഥം വന്നാൽ എല്ലാ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുത്താൽ പൊങ്ങാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ സഹനത്തെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കൂനിപ്പോവുള്ളൂ. അപ്പം ഇത് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണെന്ന് ബോധ്യപ്പെട്ട് ആ സഹനത്തെ സ്വീകരിക്കാനുള്ളൊരു ശേഷി കൂടി ക്രിസ്തുവിൽ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ആത്മീയത എത്രമാത്രം പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആത്മീയത പുറകോട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ഛത്തീസ്ഗഡിലെ ആ സിസ്റ്റേഴ്സിൻ്റെ സംഭവമൊക്കെ നമുക്കൊരു എന്തുമാത്രം നമ്മൾ ക്രിസ്ത്യാനിയായി അവർക്കും സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അവരുടെ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചും നമ്മൾ എന്തുമാത്രം ക്രിസ്ത്യാനികളായി എന്നത് ഈ ചക്കയ്ക്ക് തുന്നിച്ച് നോക്കുന്ന പോലെ നോക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുവാണ്. അതായത് ഏതൊരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും 3 രീതിയിലുള്ള പോസിബിലിറ്റി അവിടെയുണ്ട്. ഒന്ന്,
ആ സംഭവത്തിൽ അശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം. അതായത് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയവരോട് നമ്മൾ വെറുപ്പും വിദ്വേഷവും അവരെ നശിപ്പിക്കണമെന്നൊരു ചിന്തയും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മുതലെടുക്കുന്നത് അശുദ്ധാത്മാവാണ്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മനുഷ്യാത്മാവിന്റെ ചിന്തകളാണ്. അതായത് നമുക്ക് ന്യായം നഷ്ടപ്പെട്ടു, നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടു, നമ്മളത് പൊരുതണം, നമ്മുടെ അവകാശം നമ്മൾ പൊരുതി മേടിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിനെതിരെ പ്രതികരിക്കുന്നത് മാനുഷികമായ പ്രതികരണമാണ്. എന്നാൽ മൂന്നാമത്തെ വശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും കൊടുത്തുകൊണ്ട് ആ സംഭവത്തെയും കൊടുത്തുകൊണ്ട് ദൈവാത്മാവ് എന്ത് പറയുന്നു അതനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുറച്ച് ത്യാഗം അവർക്ക് വേണ്ടി എടുക്കാനും അങ്ങനെ ഈ ഒരു വിഷയത്തോട് പ്രത്യത്തിരിക്കുകയാണ് എങ്കിൽ സ്വർഗം ചിന്തിക്കുന്ന സ്വർഗത്തിന്റെ ഉത്തരം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ശരിയാണ്. കാരണം നമ്മുടെ രക്തസാക്ഷികളൊക്കെ അച്ഛൻ പറഞ്ഞ ഇതിലാണല്ലോ, അവർക്കെല്ലാം ഇതുപോലെ അനുഭവങ്ങൾ ഇതിനേക്കാൾ വലിയ നമ്മൾ അനുഭവിച്ച വലുതാണ് ആദിമസഭയിൽ അല്ലേ? അതെ അതെ, അവരനുഭവിച്ച് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിന്നെ ഈ ഒരു മതപരിവർത്തനം എന്നുള്ള വിഷയം ബന്ധപ്പെട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കല്ലേ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നൊരു ചിന്ത, ആദിമസഭയിൽ സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയായിരുന്നു. ഒരു നാള് ആര് പീഡിപ്പിച്ചുവോ അയാൾ മറ്റുള്ളവരെയൊക്കെ വലിയ അപ്പോസ്തലനായിട്ട് വരുന്നു. അതെ, നമ്മൾ പ്രസംഗിച്ചിട്ടാണോ? അവർ പത്രോസ് ലീഗായോ പത്രോസ് ലീഗായോ തോമാസ് ലീഗയെ പ്രസംഗിച്ചിട്ടല്ല, ദൈവം നേരിട്ട് ഇടപെട്ടിട്ടാണ് സാവൂള് പൗലോസായിട്ട് മാറുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിൻ്റെ നല്ലൊരു കോട്ടുണ്ട്. സാവൂളിനെ കൊണ്ട് ആദിമസഭ പൊറുതുമുട്ടി, അവർ സ്വർഗത്തോട് നിലവിളിച്ചു, അപ്പോൾ ദൈവം പൗലോസിനെ അയച്ചെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നത്, പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് ചെയ്യാവുന്നതാണ് സ്വർഗത്തോട് നിലവിളിക്കണം. നമ്മൾ ആരെ ഇനി മാനസാന്തരപ്പെടുത്താൻ വേണ്ടി പോകുന്നത്, പക്ഷെ സ്വർഗത്തിന് ശക്തിയുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ആരംഭ സമയത്ത് ക്രിസ്ത്യാനികളെ ഇങ്ങനെ വിജാതി റോമാ ചക്രവർത്തി പീഡിപ്പിക്കുന്ന സമയത്തല്ലേ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ നേരിട്ട് മാനസാന്തരപ്പെടുത്തി ദൈവം വലിയ സഭയ്ക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ സഭയെ സംബന്ധിച്ച് നമ്മുടെ ശക്തി കൊണ്ടല്ല അല്ലേ, സ്വർഗത്തിന് ശക്തി കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തി അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് പോകണ്ട. നമ്മളിങ്ങനെ മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന്റെ ആ ഒരു കൃപയോട് ചേർത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പം ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ കൂടെ ഇതിനെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കോളും. നമ്മൾ പ്രതികരിക്കുന്നത് ആ ശരിയായ സ്നേഹാരൂപിയിലാണെന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് അല്ലേ. ഇപ്പോൾ ഏകദേശം ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തകള് നമുക്കിനി ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുകൊടുക്കാം. നമ്മളെ കേട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കാം, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളോടും സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടും ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് പ്രതികരിക്കുവാൻ, പ്രത്യുത്തരം കൊടുക്കുവാൻ സാധിക്കട്ടെ. സ്വർഗം എല്ലാത്തിനും അന്തിമമായി ഉത്തരം പറയട്ടെ അല്ലേ. അല്ലേ അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ നമുക്ക് പരസ്പരം സ്നേഹത്തിലായിരിക്കാം.